ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബണ്ണാണ് കേട്ടോ. അത് ഒരു സ്പെഷ്യൽ ബണ്ണാണ്. മത്തങ്ങ വെച്ചിട്ട് എങ്ങനെ ബണ്ണ് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തം എടുക്കണ്ട, ഞാനിതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഈ ഒരു കഷ്ണം മത്തങ്ങയാണ് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തൊലി കളയാണ്. അപ്പം ഞാൻ അതിൻ്റെ കുരുക്കിയില്ലേ അതൊക്കെ ആ പോർഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി ചെത്തി കളയാം കേട്ടോ. അപ്പോൾ ഈ തൊലി ചെത്തി കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് എടുക്കാം. സ്റ്റീമറിൽ നിന്ന് ഞാൻ വെന്തിട്ടുള്ള മത്തങ്ങ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മത്തങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൗൾ കൊണ്ട് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദയുടെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം നമ്മളിതിൽ മത്തങ്ങയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കുഴയ്ക്കുന്ന സമയത്ത് മാത്രമേ മൈദയുടെ അളവ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബണ്ണിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ബൗള് മൈദപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരത്തിൻ്റെ അളവ് ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാല് കേട്ടോ. തിളപ്പിച്ച പാലായാലും തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉടച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തോളാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇതുപോലെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചോളം കുഴച്ച് നിൽക്കുന്നത് പറയില്ല, അതുപോലെ കുഴച്ച് നിൽക്കണം. ഇതിൻ്റെ ഈ കുഴ നല്ലപോലെ ആയാലാണ് നമ്മുടെ ബണ്ണ് നല്ലപോലെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഒരു ഉണ്ട പിടിക്കാൻ പറ്റിയ പരുവത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മാവിൻ്റെ നമുക്കറിയാലോ, ഒരു ഉണ്ട പിടിക്കാൻ പറ്റിയൊരു പരുവത്തിനനുസരിച്ച് പാകത്തിന് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പം ഞാൻ ഈ ടൈമിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് വീണ്ടും കുഴച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ഇതേ കുറച്ചും കൂടിയും മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ മാവ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ എടുത്ത ബൗള് മൈദ കൂടാണ്ട് അതേപോലത്തെ ബൗളിൽ തന്നെ ഒരു ബൗള് മൈദയും കൂടിയും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നമുക്ക് മുന്നേ തന്നെ പറയാൻ പറ്റില്ല. വെള്ളം ഒഴിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണം നമ്മൾ. അപ്പം മത്തങ്ങയിലല്ല ഉണ്ടാക്കണം. അപ്പോൾ ആ മത്തങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മൈദയുടെ അളവ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിൽ വയ്ക്കുന്ന മൈദയുടെ അളവും കൂടുതലാക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മാവുമ്മ നല്ലപോലെ തേച്ച് പിടിപ്പിക്കും. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലപോലെ വീണ്ടും ഇത് നമുക്ക് കുഴച്ചെടുക്കാം. മിക്സിങ് എപ്പോഴും ഈ മാവിൻ്റെ മിക്സിങ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്താലാണ് നമ്മുടെ ബണ്ണും അതേപോലെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും വരണല്ലോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഞാൻ ആ മാവ് ഇതിലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ മാവിനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ കയറ്റുക എല്ലാ സൈഡും കൊണ്ടും. ഈ മാവിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഉണ്ടോ, ഈ ഭാഗം കണ്ടോ അടിഭാഗം വരുന്നത്, അതേപോലെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി എല്ലാ സൈഡും അതുപോലെ ചെയ്യണം. ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ പുരട്ടിയിട്ട് വീണ്ടും അതന്നെ ചെയ്യാം. ഇങ്ങനെ പുരട്ടിയിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം അടച്ചു വെക്കാം. ഏകദേശം 1 മണിക്കൂർ സമയത്തോളം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് ഈ മാവ് ഒന്ന് പൊന്തി വരല്ലോ. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഇത് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. മാവ് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാനിത് ഇതിൽ നിന്ന് എടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ പരത്തി എടുക്കുകയാണ്. ഇപ്പം കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പരത്തി എടുക്കാം. അപ്പം ഞാനിത് 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ഭാഗം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് നല്ല പോലെ ഇങ്ങനെ കണ്ടോ പരത്തി എടുക്കാം. അതിന് നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിതൊരു 5 കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓരോ ഉണ്ടയും ഇതുപോലെ ബോൾ പിടിക്കുക. നേരത്തെ കാണിച്ചില്ലേ അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികി ഇതിങ്ങനെ ഓരോന്നായിട്ട് ബോൾ പിടിച്ച് വെക്കാം. അപ്പം ഈ മാവ് കണ്ടോ അങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ 2 സൈഡിൽ നിന്ന് അങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അപ്പം ഞാനിതുപോലെ എല്ലാ ഉണ്ടകളും അങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരാം.
അപ്പം ഞാൻ ദേ 5 എണ്ണം ഇതേപോലെ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബണ്ണ് ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ കുഴികളിലേക്കും ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ബണ്ണിനെ നല്ലൊരു ആകൃതി കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നൂലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബണ്ണ് അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഉണ്ട എടുത്തിട്ടുണ്ട്, അത് പിന്നെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ഒരു ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ട ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നൂലുകൊണ്ട് ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 4 ഉണ്ടകളും ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. അപ്പം മത്തങ്ങ കൊണ്ട് ബൺ ഉണ്ടാക്കണ കാരണമാണ് ഞാൻ മത്തങ്ങയുടെ ഷേപ്പിൽ ചെയ്തത്. കണ്ട ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ബാക്കിയുള്ളൊന്നും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പം അടുത്ത ബണ്ണിനുള്ളതും ഇതുപോലെ വെച്ചിട്ട് ഞാൻ കെട്ടുന്നുണ്ട് കേട്ടോ. കെട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ബണ്ണിന്മേയും ഞാൻ ചെറുതായിട്ട് ഒന്ന് ഓയിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പാലും ഇതുപോലെ പറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാ ബണ്ണിൻ്റെയും മുകളിലും പറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നുള്ളൂ കേട്ടോ. നമ്മൾ സാധാ ഓരോ ഉണ്ടായിട്ട് പിടിച്ചിട്ടില്ലേ, അത് ഓരോന്നായിട്ട് ഓരോ കുഴിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിനിതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബണ്ണ് വേവിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് ഈ കുക്കർ ഒന്ന് ചൂടാവാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് തട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതേ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടച്ച് വെക്കുകയാണ്. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. 25-30 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 30 മിനിറ്റാണ് ഞാൻ ഈ ബണ്ണ് വേവിക്കാൻ വെക്കുന്ന സമയം. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കി ബണ്ണെടുക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള പകുതി ഞാൻ മാറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല പോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. കാരണം മുറിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കണത്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വീണ്ടും നമുക്ക് പരത്താം. ഇത് നമുക്ക് എത്ര പീസാച്ചോ അതിനനുസരിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഉണ്ടോളം എടുത്തിട്ട് കണ്ടോ, പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികി നല്ല പോലെ അങ്ങനെ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ആക്കണത്. ഞാൻ നേരത്തെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടോ ഒരു ഉണ്ട പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കി എല്ലാതും ഞാൻ ഉണ്ട പിടിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതേപോലെ വേണം തിരികെ. കണ്ടോ ഇങ്ങനെ ഉള്ളിക്ക് ആ മാവ് അങ്ങനെ ആക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എനിക്ക് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. സാധാ ഈസ്റ്റൊക്കെ ഇടണമെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വെച്ചോളൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഞാൻ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാതും ഇതേപോലെ ഉണ്ടയാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ട്രിപ്പ് ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണ്ടകളില്ലേ അതിലേക്കൊക്കെ ചെറുതായിട്ട് ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇഡ്ഡലിയുടെ കുഴികളിലേക്കും ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഞാൻ എല്ലാതും വെച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലെ എല്ലാത്തിലും ഞാൻ ബൺ ഉണ്ടാക്കാനുള്ള ഉണ്ട
പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ ചെറുതായിട്ട് സൺഫ്ലവർ ഓയിലും പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ മീതെ പാല് പറ്റി കൊടുക്കാം. വേണം. അപ്പോൾ ഇങ്ങനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള ബണ്ണ് സമയം ആയിട്ടില്ല. 25-30 മിനിറ്റാണ് നമ്മളത് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ബണ്ണാക്കി എടുക്കാം കേട്ടോ. അപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് എടുക്കുകയാണ്. അപ്പം ഞാൻ അടുത്തത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഒരു മിനിമിനിപ്പൊക്കെ കിട്ടിയത് കണ്ടോ. ഇത് കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഓയിലിങ്ങനെ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞാനിപ്പോൾ ഈ ബണ്ണിലത്തെ നൂല് ഒക്കെ കട്ട് ചെയ്ത് കളയാണ്. മത്തങ്ങ ഉപയോഗിച്ചുണ്ടാക്കിയ കാരണമാണ് ഞാൻ മത്തങ്ങയുടെ ഷേപ്പിൽ ബണ്ണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നൂലൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ബണ്ണും ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഓയിൽ തൂവി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ബണ്ണിൻ്റെ മുകളിലും ഇങ്ങനെ ഓയിൽ തൂവി കൊടുക്കാം. അപ്പോൾ ബണ്ണെല്ലാതും ഞാനൊരു പാത്രത്തിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബണ്ണ് മത്തങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത്രയും കഴിക്കാൻ ടേസ്റ്റുള്ളൊരു ബണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.